വൽയൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു. ആർക്കെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ അവർ അതിഥികളെ സൽക്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമും സയ്യിദുനാ ഖിദ്ർ നബി അലൈഹിസ്സലാമും حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا. മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഏതോ വിജനമായൊരു നാട്ടിലൂടെ മൂസ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ ഖിദ്ർ നബിയോടുകൂടെ ആ ഗ്രാമവാസികളോട് ഞങ്ങൾക്ക് ഭക്ഷണം തരണേ എന്ന് ചോദിച്ചു. അവർ ഭക്ഷണം കൊടുത്തില്ല. ഫഅബൗ അൻ യുദയ്യിഫൂഹുമാ, ഭക്ഷണം കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. ഫവജദ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖള ഫഅഖാമ, അവിടെ പൊളിഞ്ഞു കിടക്കുന്നൊരു മതിൽ കണ്ടു ഖിദ്ർ അലൈഹിസ്സലാം. ആ മതിൽ നേരെ വെച്ച് കൊടുക്കാൻ പണിയെടുത്ത് നേരെയാക്കി കൊടുക്കാൻ മുന്നിട്ടപ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചത്, അതിഥി സൽക്കാരം പോലും അതിഥികൾക്ക് ലഭിക്കേണ്ട അർഹമായ മാന്യത പോലും നൽകാത്ത ഒരു നാട്ടുകാർക്ക് വെറുതെ നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടോ, വെറുതെ ഒരു സേവനം ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, നമുക്ക് വേർപിരിയാം മൂസ നബിയെ, ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു ഇവിടെ വെച്ച്. ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ആ ചരിത്രം നമ്മുടെ ഉലമാ പറയുന്നത്, ഒരു വിദേശിയായ ഒരാൾ, നമ്മുടെ നാട്ടുകാരല്ലാത്ത ഒരാൾ, ഒരു വഴിയാത്രക്കാരനായോ മറ്റോ നമ്മുടെ മഹലിലേക്ക് എത്തിപ്പെട്ടാൽ അയാൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കേണ്ടത് നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ്, ഫർദ് കിഫയാണെന്ന് പറയും ഉലമാ. ഒരു മുസ്ലിമായൊരു മനുഷ്യൻ വന്നു, സത്യവിശ്വാസിയാണെങ്കിൽ ഇവിടെ അള്ളാഹുവിൻ്റെ നിയമം വളരെ ഗൗരവമാണ്. അവർക്ക് വേണ്ട ഭക്ഷണം ആ നാട്ടുകാരിൽ ഏതെങ്കിലും ഒരാൾ കൊടുത്താൽ എല്ലാവരും രക്ഷപ്പെട്ടു. ആരും ഭക്ഷണം കൊടുത്തില്ല. ഒരു പരദേശിയായ ഒരാൾ, നമ്മുടെ നാടിൻ്റെ പുറത്തുള്ള ഒരാൾ വന്നു, നാട്ടിൽ വന്ന് പട്ടിണി കിടന്നാൽ ആ നാട്ടുകാർക്ക് അതിൻ്റെ ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇക്റാമുൽ ദൈഫ്, അതിഥികൾക്ക് നിങ്ങൾ സൽക്കാരം ചെയ്തു കൊടുക്കണം, അതിഥികൾക്ക് നിങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന ദാനങ്ങളിൽ രണ്ടാമത്തെ ഒരു ദാനമാണ്. മൂന്നാമത്തെ ഒരു ദാനമുണ്ട്, ഇക്റാമുസ് സ്വദീഖ്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ദാനം ചെയ്യുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അലൈക്കും ബിൽ ഖുല്ലാൻ, ഒരുപാട് ഫ്രണ്ട്സ് വേണം, കൂട്ടുകാർ വേണം. അലൈക്കും ബിൽ ഖുല്ലാൻ, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം. എങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ്? അള്ളാഹുലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, അള്ളാഹുലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഫ്രണ്ട്ഷിപ്പ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ ഫ്രണ്ട്സിന് ഭക്ഷണം കൊടുക്കുന്നതാണ് അഹബ്ബു ഇലയ്യ മിൻ അൻ ഉത്ഇമ 60 മിസ്കീനൻ, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുക നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്, പക്ഷേ ഇത് സുന്നത്താണെന്ന് മനസ്സിലാക്കി ചെയ്താൽ അതിന് നല്ല കൂലി കിട്ടും. സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക ഭയങ്കര കൂലിയുള്ള വിഷയമാണ്. മദീനയിലേക്ക് കടന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കയറി വന്ന ഉടനെ മദീനക്കാരോട് ആദ്യമായി പറഞ്ഞ വാക്കും അതായിരുന്നുവല്ലോ, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണേ, അത്ഇമുത്ത്വാം, നിങ്ങൾ ഭക്ഷിപ്പിക്കണേ, സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തണേ, സല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോൾ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണേ, തദ്ഖുലുൽ ജന്നത ബിസലാം, അന്തസ്സിൽ സമാധാനത്തോടെ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമില്ലേ? ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാ, ഭക്ഷിപ്പിക്കുക, കുടുംബ ബന്ധം ചേർത്തുക, രാത്രി 2 റക്അത്തെങ്കിലും സുബ്ഹിക്ക് മുമ്പ് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുക, സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള വഴിയായി. ഭക്ഷിപ്പിക്കണം,
കൂട്ടുകാർക്ക്, മുഅ്മിനീങ്ങൾക്ക്. ഹബീബ് പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന വലാ യഅകുൽ തആമക ഇല്ലാ തഖി. ഓ മുഅ്മിനേ, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഒരു മുസ്ലിമായിരിക്കണം. നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, നിന്റെ ബോസം ഫ്രണ്ട് ഒരു മുഅ്മിനായിരിക്കണം, ഒരു മുസ്ലിമായിരിക്കണം. വലാ യഅകുൽ തആമക ഇല്ലാ തഖി, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളല്ലാതെ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ ഇടവരരുതേ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കേ നിങ്ങൾ ഭക്ഷിക്കാവൂ. നിങ്ങളുടെ അടുത്ത കൂട്ടുകാർ മുഅ്മിനീങ്ങളാകണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും മതം നിങ്ങൾ എങ്ങനെയാണെന്ന് അല്ലാഹുവും അവൻ്റെ മലക്കുകളും രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നോക്കിയിട്ടാണ്. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ്. മൻ യുഖാലിൽ, ആരായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരെന്ന്. കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കൽ കൂലിയാണ്, പക്ഷെ കൂട്ടുകാരാരാണെന്ന് നിങ്ങൾ കാലേ കൂട്ടി തീരുമാനിച്ച് ചെയ്യേണ്ട വിഷയമാണ്. ഒരു ലൈക്ക് അടിക്കുമ്പോഴേക്കും ഫ്രണ്ടായി, ഇതല്ല കൂട്ടുകാർ, അതല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഫൽയൻദുർ അഹദുകും, നിങ്ങൾ ആലോചിച്ച് ചെയ്യണം കേട്ടോ, നിന്റെ കൂട്ടുകാരാരാൻ. അത് നോക്കിയിട്ടാണ് അള്ളാഹുവിൻ്റെ മാലാഖമാർ നിന്നെക്കുറിച്ച് വിധി എഴുതുന്നത്. അവർക്ക് ദാനം ചെയ്യുന്നതിന് കൂലിയുണ്ട്, അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതിന് കൂലിയുണ്ട്, അവർക്ക് സേവനം ചെയ്യുന്നതിന് കൂലിയുണ്ട്, അവർക്ക് സൽക്കാരം നടത്തി കൊടുക്കുന്നതിന് കൂലിയുണ്ട്. ഇതൊക്കെ കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖിയായ കൂട്ടുകാരൻ, ഒന്നാം നമ്പർ മുഅ്മിനായ കൂട്ടുകാരൻ, അവർക്ക് നൽകുന്ന ദാനത്തിൽ അള്ളാഹു തആല വലിയ പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. ഷാമിൽ നിന്ന്, ഹദറമൗത്തിൽ നിന്ന് 700,000 ദിർഹം, 7 ലക്ഷം ദിർഹത്തിന്റെ സാധനങ്ങൾ, 7 ലക്ഷം ദിർഹമുമായി തൻ്റെ കച്ചവട സംഘം മദീനയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വന്നില്ല. ബാതൽ ലൈലത വജിലൻ ജസിഅൻ മഹ്സൂനാ. സമ്പത്തുണ്ടായ നമ്മൾ വിചാരിക്കും നല്ല സന്തോഷത്തിൽ കടന്നുറങ്ങിക്കൂടെ, ആശ്വാസത്തിൽ കടന്നുറങ്ങിക്കൂടെ. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് 7 ലക്ഷം ദിർഹം കടന്നു വന്നപ്പോൾ അന്ന് വിഷമിച്ച് സങ്കടപ്പെട്ട് ഉറക്കം വരാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഭാര്യ ചോദിച്ചു, ഉമ്മു കുൽസൂം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകളുണ്ടായിരുന്നു, ഉമ്മു കുൽസൂം എന്ന പേരുള്ളവർ. അവരാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങളുടെ ഭാര്യ. അവർ ചോദിച്ചു, മാ ബിക യാ അബാ അഹ്മദ്, എന്തു പറ്റി ത്വൽഹ, എന്തു പറ്റി അബാ അഹ്മദ്, അഹ്മദിന്റെ വാപ്പേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വാപ്പ, എൻ്റെ ഭർത്താവേ, എന്തു പറ്റി? ലഅല്ലഹു റാബക മിന്നാ ഷൈ, എന്നിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചു ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങളുടെ മറുപടി, ലാ വലനിഅമ ഹലീലത്തുർ റജുൽ മുസ്ലിമി അൻതി, മുസ്ലിമായ ഒരു മനുഷ്യന് ലഭിക്കാൻ പറ്റുന്ന ഭാര്യമാരിൽ ഏറ്റവും നല്ലവളല്ലയോ അങ്ങ്. വലാകിൻ തഫക്കർതു മുൻദുൽ ലൈല, ഞാൻ ഇന്നലെ മുതൽ ആലോചിച്ച് വിഷമത്തിലായിരുന്നു. മാ ദന്നു റജുലിൻ ബിറബ്ബി ഇദാ കാന യനാമു വഹാദൽ മാലു ഫീ ബൈതി, ഇത്രത്തോളം സമ്പത്ത് വീട്ടിൽ വെച്ച് കടന്നുറങ്ങിയാൽ അയാളും അള്ളാഹും തമ്മിലുള്ള അവസ്ഥ എന്താണ്? 7 ലക്ഷം ദീനാർ എൻ്റെ വീട്ടിലുണ്ടായിരിക്കെ, എൻ്റെ കൈവശമുണ്ടായിരിക്കെ പാവപ്പെട്ടവർക്ക് നൽകാതെ ഞാൻ അന്തി ഉറങ്ങുന്നത് ശരിയാണോ? ചിന്തിക്കുകയാണ് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻഹു. ഉമ്മു കുൽസൂം അവരുടെ ഭാര്യ പറഞ്ഞു, വമാ യഗുമ്മുക മിൻ, എന്തിന് വിഷമിക്കണം? ഐന അൻത മിനൽ മുഹ്താജീന മിൻ ഖൗമിക വഅഖില്ലായിക, ത്വൽഹ അങ്ങയുടെ എത്രയോ പാവപ്പെട്ട കൂട്ടുകാരുണ്ടല്ലോ, ഒരുപാട് മിസ്കീന്മാർ, അങ്ങയുടെ നാട്ടുകാരായ പാവപ്പെട്ടവർ, വിശേഷിച്ചും അഖില്ലാഉക നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾ അവരെ സംബന്ധിച്ച് ചിന്തിക്കുന്നുണ്ടോ?
ഫഇദാ അസ്ബഹത ഫഖ്സിംഹു ബൈനഹും, നേരം പുലർന്നാൽ നിങ്ങൾക്ക് അവർക്കിടയിൽ ഇത് വിതരണം ചെയ്തുകൂടെ? റഹിമകില്ലാഹ് ഉമ്മു കുൽസൂം, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇന്നകി മുവഫഖ ബിൻതു മുവഫഖിൻ, തൗഫീഖ് ചെയ്യപ്പെട്ട ഒരു മഹാമനുഷ്യന്റെ പുത്രിയാണ് നിങ്ങൾ, തൗഫീഖ് ചെയ്യപ്പെട്ട പെണ്ണാണ് നിങ്ങൾ, ഉമ്മു കുൽസൂം. ഫലമ്മ അസ്ബഹ്, നേരം പുലർന്നപ്പോഴേക്കും ഒരുപാട് കീസുകളായി, പാക്കുകളായി തൻ്റെ 100 കണക്കിന് കൂട്ടുകാർക്ക്, പാവപ്പെട്ടവർക്ക് നേരം പുലർന്നപ്പോഴേക്കും ദാനം ചെയ്ത് സ്വസ്ഥത കൈവരിച്ച മഹാനാണ്, സ്വഹാബിയാണ് തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻഹു. സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ മഹാന്മാരായ 10 സ്വഹാബികളിൽ ഒരു സ്വഹാബിയാണ് തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻഹു. 7 ലക്ഷം തൻ്റെ കയ്യിലേക്ക് വന്നിട്ട് അത് നേരം പുലരുന്നത് വരെ, വിതരണം ചെയ്യുന്നത് വരെ സമാധാനം കിട്ടാതെ ഉറക്കം വരാതിരുന്ന സ്വഹാബി തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്. മുസ്ലിം പാടിയില്ല ബുർദയിൽ, ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كله وطلحة في الجنة. ഈ തുൽഹ എന്നവർ സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് എന്നവർ സ്വർഗ്ഗത്തിലാണ്, ഉമർ എന്നവർ സ്വർഗ്ഗത്തിലാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ സ്വർഗ്ഗത്തിലാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ 10 സ്വഹാബികളിൽ പെടാൻ ഭാഗ്യമുണ്ടായ സ്വഹാബിയാണ് ഈ പറഞ്ഞ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻ. മഹാനായ ഒരു താബിഈന്റെ കഥ പറയാറുണ്ട്. തൻ്റെ കൂട്ടുകാരൻ സഹായം ചോദിച്ചു വന്നപ്പോൾ എല്ലാം കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു. എല്ലാം കൊടുത്തപ്പോൾ രാത്രി ഭാര്യ കാണുമ്പോൾ മുഖത്ത് വല്ലാത്ത വിഷമം. അപ്പം പറഞ്ഞു, അല്ല നിങ്ങൾ മുഴുവൻ എടുത്തു കൊടുത്തിട്ട് സങ്കടമായിപ്പോയോ? ഞാൻ പറഞ്ഞു, അതല്ല, എൻ്റെ സങ്കടം എൻ്റെ കൂട്ടുകാരന് വിഷമമുണ്ടായിട്ട് അതൊന്ന് മണത്തറിയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. എൻ്റെ കൂട്ടുകാരനോട് ഒരുപാട് കാലമായി നിനക്ക് വല്ല വിഷമമുണ്ടോ, നിനക്ക് വല്ല പ്രയാസമുണ്ടോ, ഇത് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അരികത്ത് വന്ന് ചോദിക്കേണ്ടി വന്നുവല്ലോ. അതെത്ര മോശമായി പോയി, അത് കണ്ടറിഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ആളായിരുന്നുവല്ലോ എന്ന് ചിന്തിക്കുന്ന മഹാന്മാർ. ഇവരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്യുന്ന സ്വതഖ കഹബ്ബത്തിൻ അംബതത് 7 സനാബിൽ കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബിൽ في كل سنبلة 100 حبة والله يضاعف لمن يشاء.